Okay, so good afternoon all. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് അല്ല ഒരു ക്ലാസ്സും കൂടി നമുക്ക് നീറ്റിൻ്റെ സെക്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾക്കറിയാം, AC, അതുപോലെ തന്നെ റേ ഒപ്റ്റിക്സ്, വേവ് ഒപ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ആണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ്, ന്യൂക്ലിയർ. മോഡേൺ ഫിസിക്സിൽ വരുന്ന 3 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസും എന്താ പറയുക, നിങ്ങൾക്ക് നീറ്റിന് ഈ പ്രാവശ്യവും ചോദിക്കാൻ എന്താ പറയുക ചാൻസ് കാണുന്ന ഏരിയാസ് എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ശ്രദ്ധയോട് കൂടി ഇരിക്കുക കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. ശ്രദ്ധിക്കാം, ഇത് നമ്മുടെ ഡ്വൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്ററിനാണ്. ഇത് നമ്മൾ ആ ഒരു ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ആ ഒരു റീജിയൻ നന്നായി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അവിടുന്ന് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്ന ഇലക്ട്രോൺ എമിഷൻ ആ റീജിയൻ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ മക്കളെ, നോക്കടാ, ലിസൺ. In which of the following emission of electrons does not takes place? താഴെ കൊടുത്തതിൽ ഏതിലാണ് എമിഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കാത്തത്? അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ എമിഷനിൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. തെർമിയോണിക് എമിഷൻ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ, ഫീൽഡ് എമിഷൻ, സെക്കൻഡറി എമിഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാ. 4 ടൈപ്പ് എമിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ആൻസർ ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ എമിഷൻ നടക്കാത്തത് ഏതിലാണ്? തെർമിയോണിക് എമിഷൻ, ഹീറ്റ് കൊടുത്തിട്ട് നമുക്കറിയാം. സോ ഇവിടെ ഇലക്ട്രോൺ എമിഷൻ നടക്കും. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കും, നമുക്ക് അറിയുന്ന കാര്യമല്ല. ഈ ചാപ്റ്ററിൽ ഫുൾ അത് തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡറി എമിഷൻ, ഇലക്ട്രോൺസിന്റെ ബീം ഒന്നും എന്ത് ചെയ്യുക, ഇടിച്ചിട്ട് എന്ത് ചെയ്യുക, ഇലക്ട്രോൺ തെറിപ്പിക്കുന്നതാണ് എന്ത്, സെക്കൻഡറി എമിഷൻ. അത് നമുക്കറിയാം. അതും എന്താണ്, ഇത് 3 എന്താണ്, ഇലക്ട്രോൺ എമിഷൻ നടക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇത് 3 അല്ല, സോ നടക്കാത്തതാ. സോ ഇത് എക്സ്റേ എമിഷൻസ്. ഓക്കെ, എക്സ്റേ എമിഷനിൽ എന്ത്, എക്സ്റേസ് വന്നിട്ട് മെറ്റൽ സർഫേസ് വന്ന് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ എമിഷൻ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ്റേ എമിഷനിലാണ് ഇലക്ട്രോൺ എമിഷൻ നടക്കാത്തത് അല്ലേ. സോ ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രോസസ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ പ്രോസസ്സിൽ from a metal of work function 1.8 electron volt, ഒരു മെറ്റൽ ഉണ്ട്, അവന്റെ വർക്ക് ഫംഗ്ഷൻ 1.8 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, 1.8 ഇലക്ട്രോൺ വോൾട്ട് എങ്കിലും മിനിമം എനർജി ഉള്ള ഫോട്ടോൺ വന്ന് തട്ടിയാലേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ, എമിറ്റ് ചെയ്യുള്ളൂ, നമുക്കറിയാം. The kinetic energy of most energetic electrons is 0.5 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇവിടെ ചാടി പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാണ് മക്കളെ? ദാറ്റ് ഈസ് 0.5 eV ആണ്. ആയിക്കോട്ടെ. ദ കറസ്പോണ്ടിങ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ്, അങ്ങനെയാണെങ്കിൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് അറിയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു ഇലക്ട്രോണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്നു പോകുന്നു. ആ പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാണോ അത്രയും പൊട്ടൻഷ്യൽ, നെഗറ്റീവ് റിവേഴ്സ് പൊട്ടൻഷ്യൽ കൊടുത്താൽ മാത്രമേ, ഓക്കെ, അത്രയും റിവേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, എനർജിക്ക് കറസ്പോണ്ടിങ് പൊട്ടൻഷ്യൽ അല്ല, ആ എനർജി എത്രയാണോ അത്രയും വർക്ക് ആ ഇലക്ട്രോണിൽ ഓപ്പോസിറ്റിൽ ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ എന്താവുള്ളൂ, സ്റ്റോപ്പ് ആവുള്ളൂ. സോ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് അല്ലേ, ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അപ്പൊ ഇയാളുടെ കൈനറ്റിക് എനർജി എത്രയാണോ അത്രയും വർക്ക് ഓപ്പോസിറ്റിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രോൺ സ്റ്റോപ്പ് ആകുള്ളൂ. അപ്പൊ അത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇലക്ട്രോണിന് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഒരു റിവേഴ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തിട്ട് റിവേഴ്സ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുകയാണ്. എത്രയാണ് മക്കളെ? V0. അപ്പോൾ V0 പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഈ ചാർജ് ഉണ്ടാകുമ്പോൾ ഈ V0 ആയിരിക്കും എന്ത്,
work done. അപ്പോൾ ആ വർക്ക് എന്തിന് ഈക്വൽ ആകണം? കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആകണം. സോ EV0 is equal to maximum kinetic energy of ejected electron. പഠിച്ച ഇക്വേഷനാ. ഹാഫ് mv² ഉണ്ട്. EV0 ഒക്കെ എന്താണ്? കൈനറ്റിക് എനർജിന്റെ ഇക്വേഷനാ. ആരെ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്ന് പുറത്തേക്ക് ചാടി പോകുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താണ്? E into V0, where E is the charge of electron and V0 is the stopping potential. So from here, what is V0? We want to find the stopping potential in the kinetic energy divided by E. That is equal to kinetic energy 0.5 ആണ് അല്ലേ? എത്രയാണ്? kinetic energy is 0.5. So 0.5 electron volt ആണ് divided by charge of 1 electron. മക്കളെ ശ്രദ്ധിക്കുക, charge of 1 electron is 1.6 10⁻⁻19 കൂളം. That is equal to 0.5 electron volt നമ്മൾ ജൂളിലേക്ക് മാറ്റുമ്പോൾ into 1.6 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ജൂൾ ആക്കണമെങ്കിൽ SI ലേക്ക് മാറ്റാൻ. സോ താഴെ ആരുണ്ട്? 1.6 10⁻⁻19 ഉണ്ട്. സോ അത് കട്ട് ആവും. ആൻസർ ഈസ് 0.5. സോ 0.5 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കൊടുക്കേണ്ടത്. സോ our answer is C is the right answer. മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡിയാന്ന് വിചാരിക്കുന്നു. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സർ +1 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് തീർച്ചയായിട്ടും കേട്ടോ. ഉണ്ട് കേട്ടോ. ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. സോ എനിവേ ഈ ഒരു ഏരിയ എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, V0ന്റെ വാല്യൂ കണ്ടുപിടിച്ച് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക? സിമ്പിളാ. അവിടെ നമുക്ക് ഈ വർക്ക് ഫംഗ്ഷൻ തന്നെ എന്തിനാ അറിയോ? വെറുതെ തന്നാട്ടോ, ടെസ്റ്റിന് തന്നാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്പർ ഓഫ് ഇജക്റ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ. ഓക്കെ, ഒരു മെറ്റൽ സർഫസ് നിന്ന് പുറത്തേക്ക് ചാടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം, നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇജക്റ്റഡ്. ഓക്കെ, അത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഫ്രീക്വൻസി ഉണ്ട്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഉണ്ട് അല്ലെ? ഈ രണ്ടില് ആരൊക്കെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രീക്വൻസി എന്ന് പറയുന്ന സാധനം ഇജക്റ്റഡ് ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന സാധനം എത്ര ഇലക്ട്രോൺസ് ചാടണം, എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് എന്താണ്? ലൈറ്റ് ആണ്. സോറി, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആണ്. സോ ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് ഇജക്റ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇന്റൻസിറ്റി. എന്ത് സംശയമുള്ളത്? ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വേവ് ലെങ്ത് അല്ല, ഇൻ ഫ്രീക്വൻസി അല്ല, നെവർ അല്ല. സോ ആൻസർ ഈസ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 1.5 ടൈംസ് ദ ത്രഷോൾഡ് ഫ്രീക്വൻസി ഈസ് ഇൻസിഡന്റ് ഓൺ എ ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. ഒരു ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ ഉണ്ട്, അവിടുത്തെ ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 ആണ്. സോ വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അത് 1 ടൈംസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. ആയിക്കോട്ടെ. What will be the photoelectric current if the frequency is halved and intensity is doubled? So വരുന്ന ആളുടെ ഫ്രീക്വൻസി പകുതിയാക്കി ഇന്റൻസിറ്റി ഇരട്ടിയാക്കിയാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്താകുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവന്റെ ഫ്രീക്വൻസി പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ 1.5 μ0/2 ആക്കുക. ദാറ്റ് ഈസ് 0.75 μ0 ആക്കുക എന്ന് പറഞ്ഞാല് ഇത്ര ഫ്രീക്വൻസി ആക്കിയാൽ എമിഷൻ ഓഫ് ഇലക്ട്രോൺ നടക്കുമോ? ഇല്ല. കാരണം ത്രഷോൾഡ് ഫ്രീക്വൻസി μ0 ആണ്, വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി 0.75 μ0 ആണ്. അപ്പൊ ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കുറവാണ് വരുന്ന റേഡിയേഷന്റെ എന്ത് ഫ്രീക്വൻസി. അതുകൊണ്ട് ദർ ഇസ് നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. പുറത്തേക്ക് ആര് ചാടില്ല, ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഇന്റൻസിറ്റി എന്തോ ആക്കിയോട്ടെ, ഇലക്ട്രോൺ ചാടിയാലല്ലേ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതെ, അപ്പൊ ഇന്റൻസിറ്റി കൂട്ടുമ്പോൾ ചാടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണാണ് കൂടുക. ഇവിടെ ഇലക്ട്രോൺസ് ചാടുന്നില്ല, അതുകൊണ്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഇന്റൻസിറ്റി നിങ്ങൾ ഇനി എത്ര ആക്കിയിട്ടും കാര്യമല്ല, ഫ്രീക്വൻസി എന്താ 0.75 μ0 ആയതുകൊണ്ട് there is no photoelectric emission, so current is 0. So answer is 0 is the right answer. Simple question. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണേ, ശ്രദ്ധിക്കാം. When the energy of the incident radiation is increased by 20%. Okay. So ഒരു റേഡിയേഷൻ ഇങ്ങനെ വരുന്നുണ്ട്, അതിന്റെ എനർജി ടോട്ടൽ എനർജി TE ആയിക്കോട്ടെ.
Okay, so our total energy of incident radiation is increased by 20%. So അടുത്ത കേസിൽ ആ ടോട്ടൽ എനർജി നമ്മൾ എത്ര ഇൻക്രീസ് ചെയ്യാണ് 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ടി ഇന്റെ 20% എന്ന് പറഞ്ഞാൽ 20% ഓഫ് ടി എന്ന് പറഞ്ഞാൽ 20/100 ടി എന്ന് പറയാം. ദാറ്റ് ഈസ് 2/10, ദാറ്റ് ഈസ് 0.2. അപ്പോൾ 0.2 ടി എന്തായി? ടോട്ടൽ എനർജി വർദ്ധിച്ചു, ഇൻക്രീസ്ഡ് ബൈ ആണ്. അപ്പോൾ 0.2 ടി ഇൻക്രീസ് ആയി. ആദ്യം ടി ഉണ്ടായിരുന്നു, അതിനോട് കൂടി ഒരു 0.2 ടി കൂടി. സോ രണ്ടാമത്തെ അഡീഷണൽ ടി പ്ലസ് 0.2 ടി ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് എഴുതാം 1.2 ടി എന്ന് എഴുതാം. എന്തെഴുതാം? 1.2 ടി ആണ് സെക്കൻഡ് കേസ്. ഓക്കെ, ഫൈൻ. The kinetic energy of the photoelectrons emitted from a metal surface increased from 0.5 electron volt to 0.8. So ഇവിടുത്തെ കൈനറ്റിക് എനർജി 0.5 ഇലക്ട്രോൺ വോൾട്ട് ആയത് മറ്റേത് കൂട്ടിയപ്പോൾ എന്തായി? കൈനറ്റിക് എനർജി 0.8 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് മാറി. The work function of the metal is, അങ്ങനെയാണെങ്കിൽ ഇത് മെറ്റൽ. അപ്പോൾ ഇവിടെ മെറ്റൽ മാറ്റുന്നില്ല, വരുന്ന റേഡിയേഷൻ എനർജിയിലാണ് മാറ്റം വരുത്തിയത് അല്ലേ? ഓക്കെ, സോ ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ 50 ആണ്. മെറ്റൽ ഇതുവഴി മെറ്റൽ സെയിം തന്നെ, സോ വർക്ക് ഫംഗ്ഷൻ 50 ആണ്. സോ ഫസ്റ്റ് കേസിൽ ഞാൻ ടോട്ടൽ എനർജി നമുക്ക് കണ്ടുപിടിക്കേണ്ട 50 ആണ്. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ? 50 പ്ലസ് 0.5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സെക്കൻഡിൽ എന്താ മക്കളെ? 1.2 ടോട്ടൽ എനർജി. 1.2 ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു എന്താ? 50 പ്ലസ് 0.8 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, നൗ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യുക. സോ 1.2 ഇത് 1 ടി അല്ലേ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0.2 ടി ഇസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ആവും. ബാക്കി ഉണ്ടാവും എന്താ? 0.3 EV എന്നുണ്ടാവും. ഓക്കെ, സോ ഫ്രം ഹിയർ വാട്ട് ഈസ് ടോട്ടൽ എനർജി? 0.3 by 0.2 ദാറ്റ് ഈസ് 1.5. 1.5 EV ആണ് എന്ത്? ടോട്ടൽ എന്ത്? എനർജി. സോ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ ദിസ് ഈസ് 1.5 ഇത് 50. അപ്പോൾ 50 കാണാൻ പറഞ്ഞു. സോ വാട്ട് ഈസ് 50? 1.5 minus 0.5. ആൻസർ ഈസ് 1 ഇലക്ട്രോൺ വോൾട്ട്. സോ ആൻസർ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. റെഡി? ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലടാ? സെറ്റാന്ന് വിചാരിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് സെറ്റാന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. Now listen. When photons of energy hν fall on an aluminum plate. എടാ മക്കളെ, ഒരു അലുമിനിയത്തിന്റെ പ്ലേറ്റ് ഉണ്ട്, ഉണ്ട്. ഈ പ്ലേറ്റിലേക്ക് hν എനർജി ഉള്ള ഒരു എന്ത് ഫോട്ടോൺ വന്നിടിക്കുന്നു. വർക്ക് ഫംഗ്ഷൻ E0. ഇവിടുത്തെ വർക്ക് ഫംഗ്ഷൻ ഒരു E0 എന്നാ വിളിച്ച്, ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഫോട്ടോ ഇലക്ട്രോൺസ് ഓഫ് മാക്സിമം കൈനറ്റിക് എനർജി K ആർ ഇജക്റ്റഡ്. സോ ഇവിടുന്ന് കൈനറ്റിക് എനർജി എത്ര? K ഉള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇജക്റ്റ് ചെയ്ത് പോകുന്നു. If the frequency of radiation is doubled, okay, വരുന്ന ഫ്രീക്വൻസി ഇരട്ടിയാക്കി. മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ബി. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന എനർജിയുടെ മീൻസ് റേഡിയേഷന്റെ ഫ്രീക്വൻസി ഇരട്ടിയാക്കിയാൽ പിന്നെ ഇവിടുന്ന് ചാടി പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എത്രയാകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മക്കൾ ശ്രദ്ധിക്കടാ, ഇവിടെ ഞാൻ ഒരു hν കൂടി കൂട്ടി. ഓക്കെ, hν എന്ന എനർജി ഉള്ള ഈ റേഡിയേഷൻ വന്നപ്പോൾ അവിടെ E0 എന്ത് ചെയ്തു? വർക്ക് ചെയ്തു, മീൻസ് വർക്ക് ഫംഗ്ഷൻ എടുത്തു. ബാക്കിയുള്ള എന്താക്കി മാറ്റും? കൈനറ്റിക് എനർജിയാക്കി മാറ്റും. ഇനി hν പ്ലസ് hν വന്നാലും എന്തെന്നെ E0 തന്നെയാണ് വർക്ക് ഫംഗ്ഷൻ എടുക്കുക. ബാക്കിയുള്ള ഒക്കെ എന്താക്കി മാറ്റും? അത് കൈനറ്റിക് എനർജി ആക്കി മാറ്റും. സോ യൂസ് ചെയ്യാം. ഓക്കെ, ബുദ്ധി ഉപയോഗിക്കുക. അതായത് ഈ hν വന്ന സമയത്ത് E0 എന്താക്കി എടുത്തു? വർക്ക് ഫംഗ്ഷൻ എടുത്തു. ബാക്കി എന്താക്കി മാറ്റി? K കൈനറ്റിക് എനർജി ആക്കി മാറ്റി. ഇനി അതിന്റെ കൂടെ ഒരു hν കൂടി, അതായത് ഫ്രീക്വൻസി ഇരട്ടിയാക്കുക പറഞ്ഞാൽ എന്താ? h × 2ν എന്നാവും. h × 2ν എന്താ? 2hν. എന്താ? hν പ്ലസ് hν. റെഡി? അപ്പൊ ഒരു hν കൂടി എക്സ്ട്രാ ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ആ hν ഈ hνയിൽ നിന്ന് E0 വർക്ക് ഫംഗ്ഷൻ എടുത്ത് ബാക്കി കൈനറ്റിക് എനർജി ആക്കി മാറ്റി. ഇനി ഈ hν എടുക്കേണ്ട ആവശ്യമുണ്ടോ വർക്ക് ഫംഗ്ഷന്? വേണ്ട. ഓക്കെ, ഓൾറെഡി എടുത്തതാ അല്ലേ? അപ്പൊ ഈ hν പൂർണ്ണമായിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ ഈ hν കിട്ടിയ K ഉണ്ട്, ഈ hν പൂർണ്ണമായിട്ട് കൈനറ്റിക് എനർജി മാറി. അപ്പൊ എന്താ? K പ്ലസ് hν ആയിരിക്കും എന്ത്? ഇജക്റ്റഡ് ഇലക്ട്രോൺസിന്റെ എന്ത്? മാക്സിമം കൈനറ്റിക് എനർജി. സോ ദ ആൻസർ ഈസ് K പ്ലസ് hν. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ.
കിടിലൻ ക്വസ്റ്റ്യൻ. ആ കോൺസെപ്റ്റ് അറിയോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയത് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു റേഡിയേഷൻ വരുന്നു, വർക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കും, ബാക്കി കൈനറ്റിക് എനർജി ആക്കും. സോ ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ 10 ജൂൾ വന്നു, 2 ജൂൾ വർക്ക് ഫംഗ്ഷൻ, ബാക്കി 8 കൈനറ്റിക് എനർജി ആയി മാറും. ആ 10 ഉള്ളത് നമ്മൾ 15 ആക്കിയാലും എന്താണ്, 10 വന്നപ്പോൾ 2 വർക്ക് ഫംഗ്ഷൻ എടുത്തു, ബാക്കി 8 കൈനറ്റിക് എനർജിയാണ്. 10 ഉള്ള 15 ആക്കുമ്പോൾ ഒരു 5 ജൂൾ എക്സ്ട്രാ ആക്കി. ഓക്കെ, അപ്പോഴും ആ എക്സ്ട്രാ കൂട്ടുന്നത് എന്തായിട്ടാണ് വർദ്ധിക്കുക, കൈനറ്റിക് എനർജി ആയിട്ടാണ് വർദ്ധിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുക. വർക്ക് ഫംഗ്ഷൻ ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം, ലിസൺ. According to Einstein's photoelectric equation, the graph between kinetic energy of photoelectrons ejected and frequency of incident radiation. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രാഫാണ് അല്ലേ, നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രാഫാണ്. കൈനറ്റിക് എനർജിയും അതുപോലെ എന്താ ഫ്രീക്വൻസിയും ഒന്ന് ആലോചിച്ചാൽ മതി. ശ്രദ്ധിക്കുക, കൈനറ്റിക് എനർജി y ആക്സിലാണ്, കൈനറ്റിക് എനർജി y ആക്സിലാണ്, ഫ്രീക്വൻസി ഇവിടെയുമാണ്. ഓക്കെ, സോ ഫ്രീക്വൻസി 0 ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായാലും 0 ആണ്. ഓക്കെ, മീൻസ് ഒരു റേഡിയേഷൻ ഇങ്ങനെ വരുന്നു, മെറ്റൽ സർഫസിൽ തട്ടുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ഫ്രീക്വൻസി ഒന്നുമില്ല, മീൻസ് റേഡിയേഷൻ വരുന്നില്ല, അപ്പോൾ ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടുന്നില്ല, ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജിയും ഇല്ല. ഇലക്ട്രോൺ ചാടുന്നില്ല, എനർജി ഉണ്ടാവുമോ? ഇല്ല. നൗ ലിസൺ, ഇനി ഞാൻ പതുക്കെ ഫ്രീക്വൻസി ഇങ്ങനെ റേഡിയേഷൻ കൊടുക്കുകയാണ്, ഫ്രീക്വൻസി പതുക്കെ ഇങ്ങനെ കൂട്ടുക. ഫ്രീക്വൻസി പതുക്കെ കൂട്ടുമ്പോൾ വർക്ക് ഫംഗ്ഷൻ ആയിട്ടില്ലെങ്കിൽ അപ്പോഴും ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പം ഞാൻ ഫ്രീക്വൻസി പതുക്കെ ഇങ്ങനെ കൂട്ടി, ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി, പക്ഷേ ഇലക്ട്രോൺ ചിലപ്പോൾ ചാടിയെന്ന് വരില്ല. ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ ഇലക്ട്രോൺസ് ജസ്റ്റ് ചാടാൻ തുടങ്ങും. ആ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ദാറ്റ് ഫ്രീക്വൻസി ഈസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി µ0. പിന്നെ when frequency increases, kinetic energy also increases indirectly proportional ആവരില്ലേ. സോ എങ്ങനെ കൂടും മക്കളെ? will be in it's a straight line like this. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ് വരേണ്ടത്. തപ്പി വയ്ക്കാൻ മതി. ഇതല്ല കൈനറ്റിക് എനർജി. ഫ്രീക്വൻസി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുക ചെയ്യേണ്ടത്. ഇതെന്താ അറിയോ, ഫ്രീക്വൻസി 0 ആകുമ്പോൾ കൈനറ്റിക് എനർജി നല്ലോണ്ട്. ഇപ്പോൾ റേഡിയേഷൻ ഇല്ലെങ്കിലും ഇലക്ട്രോൺ എമിഷൻ ഉണ്ട്, ഇലക്ട്രോൺ നല്ല സൂപ്പറായി പോകുന്നതാണ്. അത് തെറ്റാ. ഓക്കെ, ഇത് തെറ്റാണ്. നെക്സ്റ്റ്, പിന്നെ കൈനറ്റിക് എനർജി ഫ്രീക്വൻസി ഇല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇല്ല. ശരിക്കും ഫ്രീക്വൻസി ഇല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഇല്ല, സംഭവം ശരിയാണ്. പക്ഷെ ഫ്രീക്വൻസി ഒരു ഇച്ചിരി കൂട്ടുമ്പോഴേക്കും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യാൻ തുടങ്ങൂല. ഫ്രീക്വൻസി കൂട്ടി പ്രത്യേക ഫ്രീക്വൻസി എത്തുമ്പോഴേ ത്രെഷോൾഡ് ഫ്രീക്വൻസി ആവുള്ളൂ, പിന്നെ വർദ്ധിക്കുള്ളൂ. സോ ഈ ഇവിടെ ഇത്രയും ഗ്യാപ്പ് വരണം. ഓക്കെ, സോ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പൊ കോൺസെപ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Now listen, the wavelength of a 1 keV photon is, okay, so ഒരു ഫോട്ടോൺ ഉണ്ട്. ഈ ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ലാംഡ എത്രയാ മക്കളെ? 1 കിലോ ഇലക്ട്രോൺ. നമുക്ക് കിലോനെ മാറ്റാം, 1×10⁻³ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഫൈൻ. ഇനി വേവ് ലെങ്ത് ഓഫ് ദാറ്റ് ഫോട്ടോൺ, ഇത് എനർജിയാ, സോറി ഇത് ഇ വി അല്ലേ. ഇ വി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എനർജിയാണ്. എനർജി കേട്ടോ. ഓക്കെ, എനർജി അറിയാം. നൗ അത്രയും എനർജി ഉള്ള ഫോട്ടോന്റെ വേവ് ലെങ്ത് ആണ് എത്ര? ലാംഡ ഇസ് ഈക്വൽ ടു 1.24 10⁻⁻9. 10⁻⁹. What is the frequency of 1 mega electron volt photon? So what is the frequency? So you want to find nu. ഏത് ആരെ ഫ്രീക്വൻസി ആണ്? 1 മെഗാവാട്ട്. സോ എനർജി 1 മെഗാവാട്ട് എന്ന് പറയുമ്പോൾ 1×10⁶ ഇലക്ട്രോൺ. മെഗാവാട്ട് അല്ല, മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, സോ മെഗാ പറയുമ്പോൾ 10⁶ ആണ്. സോ 10⁶ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ആ ഫോട്ടോന്റെ എന്ത് കാണണം? ഫ്രീക്വൻസി കാണണം. സോ ലിസൺ, സോ യു പ്ലീസ് ലിസൺ. ഒരു ഫോട്ടോണിന്റെ എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു hν ആണ്. അങ്ങനെ പറയുമ്പോൾ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. റെഡി? നൗ ലിസൺ. ഫസ്റ്റ് കേസിൽ ഞാൻ E1 എന്ന് കൊടുക്കാം. അപ്പൊ E1 by E2, ഇവിടുത്തെ E2 ആയിരിക്കും കേട്ടോ. ഇത് E2 ആണ്, ഇത് E1 ആണ്. E1 by E2 is equal to ν1 by ν2 എന്ന് എഴുതാം. ഓക്കെ, നൗ ലിസൺ. that is ν1 ഒന്നാമത്തെ ആളെ ഫ്രീക്വൻസി. അവന്റെ വേവ് ലെങ്ത് അറിയാം. വേവ് ലെങ്ത് നിന്ന് ഫ്രീക്വൻസി കാണാം. എങ്ങനെ? ν is equal to c/λ അല്ലേ? c/λ1 by ν2. നമുക്ക് ν2 ആണ് കാണേണ്ടത്. ഓക്കെ, സോ ν2 കാണാൻ ശ്രദ്ധിക്കടാ. ν2 കാണാൻ ν2 അങ്ങോട്ടേക്ക് എടുക്കുക. അപ്പൊ എന്താ വരിക? ν2 is equal to c/λ1 by
ഈ E1 ഇങ്ങോട്ടേക്ക് എടുക്കുക ബൈ E1 ഉണ്ടാകും ഇൻറ്റു E2 ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അപ്പോൾ എന്താ E2 എന്ന് വരും. അപ്പോൾ നമുക്ക് ν2 കിട്ടി. സി നമുക്കറിയാം സി ഈസ് 3 ഇൻറ്റു 10⁸ ആണ് ബൈ λ1 വാല്യൂ 1.24 10⁻⁹ 1.24 10⁻⁹ λ1 ആയി. ഇനി E1 താഴെ തന്നെ. E1 എത്ര 1 10⁻3 10⁻3. ഇനി മുകളിലോ E2 10⁻6. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇതൊന്ന് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 10⁻⁹ മുകളിലേക്ക് പോകുമ്പോൾ +9 ആകും. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 3യും ഇത് കട്ടാവുമ്പോൾ 3 വരും. സോ 9ഉം 3യും എത്രയായി 12 ആയി. 12ഉം 8ഉം എത്രയായി 20 ആയി. സോ 10⁻20 വരും. പിന്നെ 3 ഒരു 1.24 ഉണ്ടാകും. ഓക്കെ, സോ ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇനി 10⁻, അപ്പോൾ ഇതിന് ആൻസർ എന്തായാലും 3/1.1 അല്ലേ. 1 1 2 3 3 അപ്പോൾ ആൻസർ വിൽ ബി 3 പോയിന്റ് ആണ്. 3 ഉണ്ടാവില്ല, സോ 3 പോയിന്റ് ആവില്ല, കാരണം 3/1.24 ആണ്. അപ്പോൾ എന്തായാലും 1 2 ഓക്കെ 2 പോയിന്റ് സംതിങ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 2 പോയിന്റ് സംതിങ്ങും 10⁻20 വരുന്ന ആൻസറിൽ. സോ 2 പോയിന്റ് സംതിങ്ങും 10⁻20. സോ ആൻസർ ഈസ് ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് കാണുമ്പോൾ നമുക്ക് പേടിയാവും, പക്ഷേ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ് കേട്ടോ. ശ്രദ്ധിക്കണം. The kinetic energy of an electron which is accelerated in the potential difference of 100 volts is. Hello, kinetic energy of electron അല്ലേ. kinetic energy of electron എന്താണ് കാണണം. accelerated in a potential difference of 100 volt. Okay, so answer എന്താ EV ആണ്. kinetic energy കാണാനുള്ള ഇക്വേഷൻ EV. ഇലക്ട്രോൺ ആക്സിലറേറ്റ് ചെയ്യുക, Q ചാർജിനെ V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ അത് ഗെയിൻ ചെയ്യുന്ന കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സെയിം ഇക്വേഷൻ Q ഇൻറ്റു V ആണ് ഇക്വേഷൻ. ഇവിടെ Q പറഞ്ഞാൽ E ആണ്, സോ E ഇൻറ്റു V വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.6 10⁻⁻19 ഇൻറ്റു ഓക്കെ V എത്ര 100 10 സ്ക്വയർ. ഇതും പോവും 17. സോ 1.6 10⁻⁻17. സോ 1.6 10⁻⁻17 ആൻസർ ഈസ് this is the right answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത് നോക്കണം. when an alpha particle of mass m moving with velocity v bombards on a heavy nucleus of charge Ze, its distance of closest approach from the nucleus depends on mass as C is the right answer. നമുക്ക് നോക്കാം. So listen, ഇവിടെ നോക്ക്. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇതൊരു ആൽഫയാണ്, ആൽഫ. ഓക്കെ, സോ ഒരു ആൽഫ പാർട്ടിക്കിൾ അതിന്റെ മാസ് m ആണ്. അതിങ്ങനെ മൂവ് ചെയ്യാണ്. ആരടുത്തേക്ക് മൂവ് ചെയ്യാണ്? ഒരു Ze എന്നുള്ള ചാർജ് ഉള്ള ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് നമുക്കറിയാം. സോ ഇവിടെ എത്തിന്ന് വിചാരിക്കാം. ഇവിടെ എത്തുമ്പോൾ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഇയാളുടെ കൈനറ്റിക് എനർജി മുഴുവനും ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. സോ അയാളുടെ കൈനറ്റിക് എനർജി ½ is equal to ഓക്കെ m is the mass of this എന്താണ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, അപ്പോൾ m കൊടുത്തിട്ടുണ്ട് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. ഇത് ആൽഫയാണ്, സോ അതിന്റെ മാസാണ് സ്മോൾ m. Now is equal to k into 1/4πε0 q1 q2 by r ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ക്ലോസസ്റ്റ് അപ്രോച്ച് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ്. സോ k into രണ്ട് ചാർജിന്റെയും പ്രൊഡക്റ്റ്, സോ Ze into 2e. ഓക്കെ, ആൽഫ മീൻസ് He2+ ആണ്, സോ ചാർജ് പോസിറ്റീവ് 2e പ്ലസ് 2e ആണ് വരിക. ഡിവൈഡ് ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് d. ഓക്കെ, സോ ഫ്രം ഹിയർ നമുക്ക് കാണേണ്ടത് എന്താ മക്കളെ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. സോ d ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ d എന്താ? d is equal to k into 2e² by the 2 ആണ് 2e² by ½ എന്നുണ്ടാകും. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും മാസും തമ്മിലുള്ള റിലേഷനാണ്. ദേ ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. സോ മാസും അതുകൊണ്ടാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. സോ ആൻസർ ഈസ് C is the right answer. ദിസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിക്കാം.
ratio of longest wavelengths corresponding to Lyman and Bohr. Lyman ആദ്യത്തെ സീരീസ് ആണ് അല്ലേ, Bohr രണ്ടാമത്താണ് in hydrogen spectrum. Okay, നല്ല ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കണേ. Listen please. എടാ നമുക്കറിയാം വേവ് ലെങ്ത് കാണുന്ന ഇക്വേഷൻ നമുക്കറിയാം 1/λ is equal to എന്താ മക്കളെ, റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു R ഇൻറ്റു എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ മക്കളെ എന്താണ്, R ഇൻറ്റു 1/nf സ്ക്വയർ മൈനസ് 1/ni സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മളുടെ വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നൊക്കെ സ്പീഡ് കൂടുന്നുണ്ടോ മക്കളെ? സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നില്ലല്ലോ അല്ലേ? ഓക്കെ, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നോക്കുക. സ്പീഡ് കൂടുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ഒരു കമന്റ് ചെയ്യുന്നില്ലല്ലോ, സ്പീഡ് കൂടുന്നുണ്ടാ? ഓക്കെ, സോ ലിസൺ. അപ്പൊ നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു സീരീസ് ഇപ്പൊ ലൈമൻ ആയാലും ബാമർ ആയാലും പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് ഏത് സീരീസ് ആണെങ്കിലും അവിടെ നിങ്ങൾക്ക് മാക്സിമം അല്ലെങ്കിൽ ലോങ്സ്റ്റ് വേവ് ലെങ്ത് കിട്ടണമെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ ലാംഡ മാക്സിമം ആകണമെങ്കിൽ 1/λ മിനിമം ആകണം. 1/λ മിനിമം ആകണമെങ്കിൽ ഇവിടെ ഈ ni സ്ക്വയർ എന്ന വാല്യൂ അല്ലെങ്കിൽ 1/ni സ്ക്വയർ എന്ന വാല്യൂ എന്താകണം മക്കളെ, മാക്സിമം ആകണം. അത് മാക്സിമം ആകണമെങ്കിൽ ni എന്ന് പറഞ്ഞ സാധനം എന്താകണം, മിനിമം ആകണം. ആലോചിച്ച് നോക്കുക, ലാംഡ നമുക്ക് എന്താ വേണ്ട, ലാംഡ എന്താവണം, അതെ ലോങ്സ്റ്റാ. അപ്പൊ ലാംഡ നമുക്ക് മാക്സിമം ആകണം. ലാംഡ മാക്സിമം ആകണമെങ്കിൽ 1/λ എന്താവണം, മിനിമം ആവണം. 1/λ മിനിമം ആകണമെങ്കിൽ ഈ ടേം എന്താകണം, ഒന്നായിട്ടുള്ള സാധനം മിനിമം ആകണം. ഈ ടേം ഒന്നായിട്ട് മിനിമം ആകണമെങ്കിൽ നമ്മുടെ ഈ 1/ni സ്ക്വയർ എന്താകണം, മാക്സിമം ആകണം. 1/ni സ്ക്വയർ മാക്സിമം ആകണമെങ്കിൽ ni എന്താകണം, മിനിമം ആകണം. അപ്പൊ മക്കൾ പഠിച്ചു വെച്ചോ, ലാംഡ എന്ന് പറയുന്ന സാധനം മാക്സിമം ആകണമെങ്കിൽ എന്താ മക്കളെ, ni എന്താകണം, മിനിമം ആകണം. ഇനി ലാംഡ എന്ന് പറയുന്ന സാധനം മിനിമം ആകണമെങ്കിൽ നമ്മുടെ ni എന്ന് പറഞ്ഞാൽ എന്താകണം, മാക്സിമം ആകണം. ഓക്കെ, സോ മക്കളെ പഠിച്ചു വെക്കുക കേട്ടോ. ഫോർ ലാംഡ മാക്സ്, ഓക്കെ, ni ഷുഡ് ബി മിനിമം. ഫോർ ലാംഡ മിനിമം ni ഷുഡ് ബി മാക്സ്. അത് മാക്സ് എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റിയേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഇൻഫിനിറ്റി. ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ എന്ന് വിചാരിക്കുകയാണ്. നൗ ലിസൺ. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുകയാണ്. ശ്രദ്ധിക്കാം. 1/λ is equal to Rydberg constant into 1/nf square minus 1/ni square. ഇനി എന്താ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എടാ ലൈമൻ ബാമർ, ആദ്യം നമുക്ക് ലൈമൻ ഉണ്ട് കയ്യിൽ, ബാമർ ഉണ്ട്. നമുക്ക് ലോങ്സ്റ്റ് കിട്ടുന്നുണ്ട്. ലോങ്സ്റ്റ് കിട്ടണമെങ്കിൽ ni ഷുഡ് ബി മിനിമം. അപ്പൊ ലൈമൻ കിട്ടണമെങ്കിൽ മക്കളെ, ലൈമൻ ഫസ്റ്റ് ആണ് അല്ലേ? അപ്പൊ 2 ഒന്നിലേക്ക് വരാം, 3 ഒന്നിലേക്ക് വരാം. ദിസ് ഈസ് ഇനീഷ്യൽ, ദിസ് ഈസ് ഫൈനൽ. സോ ഫൈനൽ ഓൾവേസ് 1 ആകണം. അപ്പൊ ഫൈനൽ ഓൾവേസ് 1 ആകണമെങ്കിൽ ശ്രദ്ധിക്കണം, 1/λ ലൈമൻ മിനിമം, മിനിമം അല്ല സോറി മാക്സിമം, ഓക്കെ, ഇസ് ഈക്വൽ ടു എന്താ മക്കളെ, R ഇൻറ്റു 1/, എങ്ങോട്ടേക്ക് എത്തണം, ഫസ്റ്റ് ഷെല്ലിലേക്ക് എത്തണം. സോ 1/1 സ്ക്വയർ മൈനസ് 1/ni. ni മിനിമം ആയാലേ മാക്സിമം വേവ് ലെങ്ത് ഉണ്ടാവുള്ളൂ അല്ലേ? ഇപ്പൊ ni മിനിമം. അപ്പോൾ മിനിമം ഏതാ വരിക, ni-ന്റെ വാല്യൂസ് ഏതൊക്കെ, 2 3 4 5 അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ni-ന്റെ മിനിമം വാല്യൂ അത് 2 ആണ്. സോ നമുക്ക് കൊടുക്കാം ഇത് 2 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, നൗ ഇത് ആൻസർ ഒന്ന് വേഗം ചെയ്ത് നോക്കിക്കുക. എന്താ വരിക, ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു 4 - 1 ഈസ് 3, 3/4 എന്നുണ്ടാകും. ദാറ്റ് ഈസ് 1/λ ഞാൻ LM ചെയ്താ, ലാംഡ L മാക്സ്, ലൈമനിൽ മാക്സിമം. So from here what is lambda Lm, that is equal to 4/3R. Okay, ലൈമൻ്റെ കഴിഞ്ഞു. ഓക്കെ, സോ ലൈമൻ നമുക്ക് അത് മക്കളെ വേണ്ടത് ബാമറാണ്. ബാമറിലേക്ക് പോകുന്ന സമയത്ത് 1/λ ബാമർ മാക്സിമം കിട്ടാൻ
R into Bohr രണ്ടാമത്തതാണ്. അവിടെ NI ന്റെ വാല്യൂസ് ഇത് ലൈമന്റെ ഇത് ബാമറിന്റെ NI ന്റെ വാല്യൂസ് NF എപ്പോഴും എന്താ 2. സോ ഇവിടുന്ന് 3 ന്ന് 2 ലേക്ക് ഇനി 4 ന്നും 2 ലേക്ക് വരാം. സോ മിനിമം എത്ര എടുക്കുക? 3 എടുക്കുക. ഓക്കെ, സോ 1/2 square minus 1/3 square. Okay, 9 minus 4 is 5. So R into 5/4 into 9, that is 36. Okay, so from here what is lambda B max? That is equal to 36/5R. അപ്പോൾ രണ്ടുമായി നമുക്ക് റേഷ്യോ ആണ് കാണാൻ പറഞ്ഞത്. റേഷ്യോ ഓഫ് ലോങ്സ്റ്റ് ആദ്യം ലൈമാൻ പിന്നെ ബാമർ. സോ ലൈമാൻ ലാംഡ L max by lambda Bohr max is equal to 4/3R by 36/5R. ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യും. 5 മുകളിൽ കയറും. 5 മുകളിൽ കയറുന്ന സമയത്ത് 20 നമുക്ക് കട്ട് ചെയ്യായിരുന്നു. ഓക്കെ, 20/3 into 36 എന്ന് വരും. ഇത് കട്ട് ഇത് 10 ആക്കി, ഇത് 18 ആക്കി. സോ ഇത് വേണമെങ്കിൽ സോറി ഇത് 10 ആണേ. 10 5 9. So 5/27 is the right answer. Okay, yes, answer is C. C is the correct answer. Simple question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കട്ടോ. The ratio of kinetic energy to the total energy of an electron in a Bohr orbit of the hydrogen atom. എപ്പോഴും ചോദിക്കുന്ന എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അത് ഗ്രാവിറ്റേഷനിലും ചോദിക്കാറുണ്ട്. ഈ സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഒക്കെ വെച്ചിട്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് സാറ്റലൈറ്റ് ആണെങ്കിലും ഇനിയൊരു പിന്നെ ആറ്റത്തിന്റെ മീൻസ് ഇലക്ട്രോൺസിന്റെ എനർജി ആണെങ്കിലും ഓക്കെ കൈനറ്റിക് എനർജിയും ആ ബന്ധം നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. എപ്പോഴും ടോട്ടൽ എനർജി എന്ന് പറയുന്ന ആളും കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ആളും സെയിം ആയിരിക്കും, പക്ഷെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. ടോട്ടൽ എനർജി ശരിക്കും നെഗറ്റീവാണ് ഉണ്ടാവല്. ഓക്കെ, പക്ഷേ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് ഉണ്ടാവല്. അപ്പം നെഗറ്റീവായ ടോട്ടൽ എനർജിക്ക് ഒരു എക്സ്ട്രാ നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ അത് എന്തിന്റെ വാല്യൂക്ക് ഈക്വലായി? കൈനറ്റിക് എനർജിന്റെ വാല്യൂക്ക് ഈക്വലായി. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ലിസൺ. അപ്പോൾ കൈനറ്റിക് എനർജി എപ്പോഴും എന്താ ഉണ്ടാവല്? പോസിറ്റീവ് ഉണ്ടാവല്. ക്ലിയർ? അപ്പോൾ വാല്യൂസ് ഈക്വലാ. അപ്പോൾ ചോദിച്ചാൽ എന്താ അത് പിന്നെ സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജിയും അതേപോലെ കൈനറ്റിക് എനർജിയും ഇങ്ങനെ തന്നെ വരില്ല. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ആ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇത് തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ എനർജിന്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ ആണോ? റെഡി? ഓക്കെ, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിന്റെ ഡബിളും ആയിരിക്കും, ഒരു നെഗറ്റീവും കൊടുത്താൽ മതി. എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ എനർജി കിട്ടി. അപ്പോൾ ആ റിലേഷൻ മക്കൾ എപ്പോഴും പഠിച്ചു വെക്കുക. സോ ചോദിച്ചാൽ എന്താ? റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു ദ ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ. സോ കൈനറ്റിക് എനർജി ടു എന്താണ്? ടോട്ടൽ എനർജിയാണ്. ഓക്കെ, അതിന്റെ റേഷ്യോ ചോദിച്ചത് അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി +1/-1. സോ ആൻസർ ഇങ്ങനെ എഴുതാം. 1:-1 is the right answer. 1:-1. ഓക്കെ, സോ ആദ്യം പറഞ്ഞ കൈനറ്റിക് എനർജി അത് പോസിറ്റീവാണ്. രണ്ടാമത് പറഞ്ഞ എന്താ? ടോട്ടൽ അത് നെഗറ്റീവാണ്. അതുകൊണ്ടാണ് 1:-1 എന്ന് വന്നു കേട്ടോ. റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നീങ്ങാണ് മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് 1:-1. അപ്പോൾ എപ്പോഴും മക്കൾ ഓർത്ത് വെക്കുക. ഇനി ടോട്ടൽ എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിക്കുന്നതെങ്കിലോ ടോട്ടൽ എനർജിയുടെ ഡബിൾ ആയിരിക്കും എന്ത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുക. അപ്പോൾ 1:2 ആണ് വരിക. ഓക്കെ, രണ്ടാൾക്കും നെഗറ്റീവ് സൈൻ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് വേണമെന്നില്ല. -1:2 ദാറ്റ് ഈസ് 1:2 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ പിന്നെ കൈനറ്റിക് എനർജിയും അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയുമാണ് ചോദിക്കുന്നത് എങ്കിൽ, റേഷ്യോ ആണ് ചോദിക്കുന്നത് എങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇരട്ടിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വരിക 1:-2 എന്ന് എഴുതണം. കാരണം ഈ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, അത് എപ്പോഴും ഓർത്ത് വെക്കുക കേട്ടോ. റെഡി? ഓക്കെ, ഫൈൻ. അപ്പോൾ ഈ ഒരു ഏരിയ ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് ഇവിടുന്ന് ചോദിക്കാം, ഇനി പിന്നെ നമ്മുടെ ഗ്രാവിറ്റേഷൻ ചോദിക്കാം, എവിടുന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിക്ക് ആക്കി വെക്കുക. നെക്സ്റ്റ്, the transition from the state n=3 to n=1. Transition from n value 3 നിന്ന് n value 1 സോ അത് ലൈമൻ സീരീസ് ആണ്. ഇലക്ട്രോൺസ് ഫസ്റ്റ് ഓർബിറ്റിലേക്ക് എവിടെ നിന്ന് വന്നാലും എന്താ? ലൈമൻ സീരീസിലാണ് ഇൻക്ലൂഡ് ചെയ്യുക അല്ലേ? ഓക്കെ, ഇൻ എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം റിസൾട്ട്സ് ഇൻ UV. ഓക്കെ, നമുക്കറിയാം അത് UV ആണ് വരിക. അൾട്രാ വയലറ്റ് റേഡിയൻ ആണ് വരിക. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? ലൈമൻ സീരീസ് ഫുൾ എന്താ? UV ആണ് വരല്. ബാമർ ആണെങ്കിലോ അത് വിസിബിൾ ലൈറ്റാണ്. പിന്നെ അങ്ങോട്ടേക്ക് മൊത്തം എന്താ? ഇൻഫ്രാറെഡ് IR വരിക. ആയിക്കോട്ടെ. നൗ infrared radiations will be obtained in the transition from. Yes, okay, good. അപ്പോൾ ഇത് ഏതിലാണ് IR കിട്ടുക?
IR കിട്ടിയ ലൈമനിലും ബാമറിലും പിന്നെ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് അല്ലേ? ഓക്കെ, സോ ലിസൺ. സോ ഇതിൽ ലൈമൻ UV ആണ് കിട്ടുക, ബാമർ വിസിബിൾ ലൈറ്റ് ആണ് കിട്ടുക, പിന്നെ താഴേക്കുള്ളൊക്കെ എന്താണ് പിന്നെ IR ആണ് വരിക അല്ലെ? അപ്പൊ ഒക്കെ IR ആണ്. അപ്പൊ IR കിട്ടണമെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ എന്തെങ്കിലും ആവണം. മൂന്നാമത്തെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങോട്ടേക്ക്, ഏത് ഷെല്ലിലേക്ക് വരിക? തേർഡ് ഷെല്ലിലേക്ക് വരണം അല്ലെ? എവിടുന്ന്? നാലാമത്തേന്ന് തേർഡിലേക്ക് വരിക, അഞ്ചാമത്തേന്ന് തേർഡിലേക്ക് വരിക, ആറാമത്തേന്ന് തേർഡിലേക്ക് വരിക. ഓക്കെ, അപ്പൊ തേർഡിലേക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഫോർത്തിലേക്ക് വരുന്നുണ്ടോ നോക്കിയാൽ, അല്ലെങ്കിൽ ഫിഫ്ത്തിലേക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മതി. തേർഡിലേക്ക് വരുന്നതാണെങ്കിൽ എന്താണ്? പാഷൻ. ഫോർത്തിലേക്ക് വരുന്ന ബ്രാക്കറ്റ്, ലാസ്റ്റ് ഫിഫ്ത്തിലേക്ക് വരുന്ന എന്താ? ഫണ്ട്. അപ്പൊ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എന്തിലേക്ക് വരുന്ന ഇലക്ട്രോൺസ്? 3ലേക്കോ 4ലേക്കോ 5ലേക്കോ? സോ നോക്കി, 1ലേക്കില്ല. 1ലേക്ക് വന്നാൽ എന്താണ്? അത് ലൈമൻ ആണ്, പറ്റില്ല. ഇതെന്താ? ഇത് ബാമർ ആണ്, പറ്റില്ല. ഇതും ബാമർ ആണ്, ഇതെന്താ? പാഷൻ. ഓക്കെ, സോ ആൻസർ ഈസ് ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. Consider an electron in the nth orbit of a hydrogen atom. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ nth ഓർബിറ്റിലാണ് ഒരു ഇലക്ട്രോൺ എന്ത് റിവോൾവ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, the circumference of the orbit can, ഇതിന്റെ circumference of the orbit can be expressed in terms of de Broglie wavelength ലാണ്. അപ്പൊ നമുക്ക് de Broglie wavelengthന്റെ ടേംസിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഓക്കെ, എന്താ പറഞ്ഞത്? Of that electron as. Okay, അപ്പോൾ ഇതിന്റെ സർക്കംഫറൻസ് നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിന്റെ ടേംസിൽ എങ്ങനെ പറയാം? പഠിച്ചതാണ് നമ്മൾ. ഓക്കെ, സർക്കംഫറൻസ് പറഞ്ഞാൽ 2πr nth വരിക അല്ലെ? nth ഓർബിറ്റ് ആയതുകൊണ്ട് r എന്നാ വരിക? ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? n ലാംഡ. പഠിച്ചിട്ടില്ലായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. Okay, so from here the circumference എന്താണ്? n ലാംഡയ്ക്ക് ഈക്വൽ ആണ്. So answer is simple, n lambda. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Okay, nuclei. Which one of the following pairs of nuclei are isotons? എന്താ മക്കളെ പറഞ്ഞത്? താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ് ഐസോട്ടോൺസ്? ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം ന്യൂട്രോൺ വേണം അല്ലേ? സെയിം ന്യൂട്രോൺസ് ആകണം. സെയിം ന്യൂട്രോൺസ് ആകുക പറയുമ്പോൾ XAZ എന്ന് പറഞ്ഞാൽ ഇതിൽ ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ നമ്മൾ കാണുക? ഓക്കെ, സോറി, തിരിച്ച് XZ. ഓക്കെ, ഇതിൽ ന്യൂട്രോൺസിന്റെ എണ്ണം എങ്ങനെ കാണുക? മാസ് നമ്പറിന്ന് അറ്റോമിക് നമ്പർ കുറക്കുക. സോ മാസ് നമ്പറിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുവാടാ? ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും. അപ്പം കോൺഷ്യസ് ആവുക. അപ്പോൾ ന്യൂട്രോണിന്റെ എണ്ണം സെയിം ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് എന്ത്? ഐസോട്ടോൺസ്. സോ ഐസോട്ടോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് അല്ലേ? ഡിഫറൻസ് എടുക്കുക. ഏത്? A - Z, 74 - 34 40, 71 - 31 40. ഒരു സംശയവും വേണ്ട, ആൻസർ ഈസ് A. ഈ ഡിഫറൻസ് നോക്കിയാൽ ഇത് 4ഉം ഇത് 8ഉം ആണ്. ഓക്കെ, ഇവിടെ 8 ഉണ്ട് അപ്പുറത്ത്. അപ്പോൾ ഇത് 38 ഇത് 84 86. അപ്പോൾ എന്താ ഈ ഡിഫറൻസ്? സെയിം ആവില്ല. ഓക്കെ, ഫൈൻ. അടുത്ത് ഇത് 92 ഇത് 42 40. ഈ ഡിഫറൻസ് എന്താണ്? സെയിം ആവില്ല. യെസ്, ഇത് 40ഉം 20 ഡിഫറൻസ് വരിക. ഇത് 32 16. ഓക്കെ, 16 ഡിഫറൻസ്. അപ്പോൾ എന്തായാലും അതൊന്നുമല്ല. B അല്ല, C അല്ല, D അല്ല. ആൻസർ ഈസ് A is the right answer. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. The mass number of helium is 4. ഹീലിയത്തിന്റെ മാസ് നമ്പർ 4 നമുക്കറിയാം. And that of sulfur is 32. Sulfur അത് നമുക്കറിയാം. The radius of sulfur nucleus is larger than that of helium by the factor of. Okay, അപ്പോൾ മാസ് നമ്പർ തന്നിട്ട് റേഡിയസിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, വോളിയം ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു മാസ് നമ്പർ. നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, അവിടുന്ന് ഈ റേഡിയസ് എന്ന് പറയുമ്പോൾ ശരിക്കും 4/3 πr³ ആണ്. ഓക്കെ, പ്രപ്പോർഷണൽ ടു A ആണ്. ഇവിടെ നമുക്ക് പറയാം r³ പ്രപ്പോർഷണൽ ടു A ആണ്. ഇവിടെ നമുക്ക് പറയാം റേഡിയസ് പ്രപ്പോർഷണൽ ടു A⁻⁴ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്തിലേക്കാണ് അവർ ചോദിച്ചാൽ അറിയോ? റേഡിയസിലേക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ റേഡിയസിലേക്ക് മാറ്റി. ഓക്കെ, സോ നമുക്ക് പറയാം മക്കളെ, ശ്രദ്ധിക്കടാ. റേഡിയസ്, ഓക്കെ, ആരൊക്കെയാണ്? ഹീലിയവും സൾഫറും. അപ്പോൾ റേഡിയസ് ഓഫ് സൾഫർ ന്യൂക്ലിയസ് ഹീലിയത്തിന്റെ എത്ര ടൈംസ്? അപ്പോൾ ഇങ്ങനെ ഇതാ, റേഡിയസ് ഓഫ് സൾഫർ ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഹീലിയം ഇസ് ഈക്വൽ ടു മാസ് നമ്പർ ഓഫ് സൾഫർ raised to 1/3 by മാസ് നമ്പർ ഓഫ് ഹീലിയം
raised to 1 by 3. Okay, that is equal to mass number of sulfur is 32 and that of helium is 4. So the answer is all raised to 1 by 3 all raised to 1 by 3. That is equal to 32 by 4. Okay, 8 ഉണ്ടാകും. So 8 raised to 1 by 3 that is equal to 2. 2 is the right answer. So ചോദിച്ചത് RS is equal to 2 times RH. That means radius of sulfur is 2 times that of helium. So 2 times. അപ്പോൾ എന്താ പറഞ്ഞത്? Radius of sulfur nucleus is larger than that of helium by a factor of 2. Simple. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മക്കളെ ശ്രദ്ധിച്ചിരിക്കും. അടുത്ത മാസ് ഡിഫെക്റ്റുമായി ബന്ധപ്പെട്ട് ബൈൻഡിങ് എനർജിന്റെ ഇക്വേഷനിലേക്ക്. A nucleus X of Za has masses represented by M of Az. അപ്പോൾ M of Az എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയസിന്റെ മാസ് ആണ്. Okay. Now, if Mp and Mn denote the mass of proton and neutron, Mp proton mass, Mn neutron mass, respectively, the binding energy and BE. B means binding energy. The binding energy in mega. Okay. Binding energy കാണണം. In terms of Mn, X, A, Z ഒക്കെ വെച്ച് നമ്മൾ binding energy കാണണം. Binding energy എങ്ങനെ കാണാം? Binding energy is equal to mass defect into C square. ഇതാണ് ഇക്വേഷൻ. Mass defect എങ്ങനെ കാണാം? Mass defect എങ്ങനെ കാണാ ചോദിച്ചാൽ ഒരു ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള പ്രോട്ടോണുകളുടെ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക പ്ലസ് ന്യൂട്രോണുകളുടെ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനോട് ആഡ് ചെയ്യുക, അതിൽ നിന്ന് ആ ന്യൂക്ലിയസിന്റെ ഒറിജിനൽ മാസ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? മാസ് ഡിഫക്റ്റ് കിട്ടി. അതിനെ C സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ മാസ് ഡിഫക്റ്റ് കിട്ടേണ്ട നമുക്ക് ഇതൊക്കെ നോക്കിയാൽ മതി. ZMP Z ആയിരിക്കും എന്ത്? അറ്റോമിക് നമ്പർ. അത്രയും പ്രോട്ടോൺസ് ഉണ്ടാകും. അപ്പോൾ Z ഇൻറ്റു മാസ് ഓഫ് 1 പ്രോട്ടോൺ, മൊത്തം പ്രോട്ടോണിന്റെ മാസ്സായി, പ്ലസ് A മൈനസ് Z ഇൻറ്റു Mn. അപ്പോൾ എന്തായി? മൊത്തം ന്യൂട്രോണിന്റെ മാസുമായി. A മൈനസ് Z എന്താ കിട്ടും? ന്യൂട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താ? Z ഇൻറ്റു Mp പ്ലസ് ഇതൊക്കെയാണ്. A മൈനസ് Z ഇൻറ്റു Mn മൊത്തം ന്യൂട്രോൺസിന്റെ മാസും കിട്ടി. ഞാൻ എന്ത് സബ്ട്രാക്ട് ചെയ്യണം? മാസ് ഓഫ് ന്യൂക്ലിയസ് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് M ഓഫ് Az സബ്ട്രാക്ട് ചെയ്തു. യെസ് ദിസ് ഈസ് മാസ് ഡിഫക്റ്റ് എക്സാക്ട്ലി ഇൻറ്റു C സ്ക്വയർ. വേറെ നോക്കണ്ട, ആൻസർ ഈസ് A ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ നോക്കിക്കേ, ZMP ഓക്കെ, A Mn മൈനസ് എന്താ? M ന്യൂട്രോണിന്റെ മാസ് ഇൻറ്റു മാസ് നമ്പർ. അപ്പോൾ മാസ് നമ്പറിന്റെ അത്രയും എണ്ണം ന്യൂട്രോണിന്റെ മാസ് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഓക്കെ, മൂന്നാമത്തെ M ഓഫ് Az മൈനസ്, ഇവിടെ C സ്ക്വയർ തന്നെ അല്ല, അപ്പോൾ നോക്കണ്ട. ഓക്കെ, ഇനി അടുത്ത് M ഓഫ് ന്യൂക്ലിയസിന്റെ മാസ് മൈനസ് മൊത്തം പ്രോട്ടോണിന്റെ മാസ് മൈനസ് മൊത്തം ന്യൂട്രോണിന്റെ മാസ്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ല ചെയ്ത് നെഗറ്റീവ് വാല്യൂ കിട്ടും. ഓക്കെ, ZMPയും A മൈനസ് ZMNും കണ്ടിട്ട് അതിനോട് ആഡ് ചെയ്തിട്ട് അതിന് ന്യൂക്ലിയസിന്റെ മാസ് സബ്ട്രാക്ട് ചെയ്യണം. സോ അതിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ലിസൺ പ്ലീസ്. ഫോർ എ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഹാഫ് ലൈഫ് ഈസ് 10 minutes. If initially there are 600 number of nuclei, the time taken in minutes ആണ് for the disintegration of 450 nuclei is. നല്ല ക്വസ്റ്റ്യനാണ്. ഓക്കെ, സോ ലിസൺ. ഇവിടെ ഹാഫ് ലൈഫ് T ഹാഫ് നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം. T ഹാഫ് എന്ന് പറയുന്ന സാധനം 10 minutes ആണ്. ഓക്കെ, അത് ഇനീഷ്യലി 600 ന്യൂക്ലിയൈ ഉണ്ട്. അപ്പൊ N0 നമുക്ക് 600 600 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ടൈം ടേക്കൺ കാണണം. സോ യു വാണ്ട് ടു ഫൈൻഡ് ദ ടൈം ടേക്കൺ. എന്തിനുള്ള ടൈം ടേക്കൺ ആ മക്കളെ? ടു ഡിസിൻറ്റഗ്രേറ്റ് 450 ന്യൂക്ലിയൈ. 600 ന്യൂക്ലിയൈ നിന്ന് 450 ന്യൂക്ലിയൈ ഡിസിൻറ്റഗ്രേറ്റ് ആവാനുള്ള ടൈമാണ് ചോദിച്ചത്. ഓക്കെ, സോ ടൈമും ന്യൂക്ലിയസിന്റെ എണ്ണവും ഹാഫ് ലൈഫോ കൂടി വെച്ചുകൊണ്ടൊരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇത് ശരിക്കും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ബുദ്ധി ഉപയോഗിച്ചാൽ മതി. എന്താ അറിയോ? ഹാഫ് ലൈഫ് 10 minutes ആണ്. ഓക്കെ, സോ നമ്മൾ 600 ന്യൂക്ലിയൈ ഉള്ള ആൾ അതിൽ നിന്ന് 450 പോവുക എന്ന് പറഞ്ഞാൽ അത് 150 ആയിട്ട് മാറണം. ഓക്കെ, സോ 600 150 ആവാനുള്ള സമയമാണ് ചോദിച്ചത്. പക്ഷെ ഹാഫ് ലൈഫ് 10 minutes ആണ്. സോ 600 300 ആവാൻ 10 minutes എടുക്കും. 300 150 ആകാനും 10 minutes എടുക്കും. സോ ആൻസർ ഈസ് 10 + 10
20 minutes. Answer is 20 minutes. ഇത് ലോജിക്കലി നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താം. ഇനി ഇങ്ങനെ അല്ലാത്തൊരു കേസ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ലോജിക്കലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ വൈസ് ആയിട്ടൊന്ന് നീങ്ങി നോക്കാം. ഓക്കെ, ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. എന്താ മക്കൾ ഓർമ്മ ഉണ്ടാവും? n by n0 is equal to, okay, n by n0. നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ മക്കളെ. യെസ്, നിങ്ങൾക്ക് കമന്റ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഒരു ടെൻഷനും അടിക്കണ്ട കേട്ടോ. ഓക്കെ, so listen, n by n0 is equal to 1/2 whole raised to n. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്നാണ്. ഈ n എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചാൽ n is equal to t by t½ എന്നാണ് വരിക. ഓക്കെ, സോ ലിസൺ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. സോ ഇവിടുന്ന് മക്കളെ ശ്രദ്ധിക്കടാ, n നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് ആണ്. n മീൻസ് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ്. ദിസ് t ഈസ്, ഓക്കെ ലാസ്റ്റ് പറയാം, n നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ്, ബാക്കിയുള്ള ന്യൂക്ലിയൈൻ്റെ എണ്ണാണ്. n0 ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ, ഹാഫ് റേസ് ടു n നമ്പർ ഓഫ് എന്താ ഹാഫ് ലൈഫുകൾ, എത്ര ഹാഫ് ലൈഫ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതൊന്ന് ഫൈൻഡ് ചെയ്യാം. n വാല്യൂ 150 ഡിവൈഡ് ബൈ n0 600 is equal to 1/2 whole raised to n ആണ്. That is 0 cut, the 1/4 വരും, is equal to 1/2 whole raised to n. This is 1/2 square. നമുക്ക് ഇങ്ങനെ എഴുതാം, 1/2 whole square is equal to 1/2 whole raised to n എന്ന് എഴുതാം. So here n is equal to 2 ആണ്. അപ്പോൾ n എന്തായാലും 2 എന്ന് കിട്ടി, n 2 എന്ന് കിട്ടി. Okay, from here 2 is equal to time taken divided by ഒരു t½ So time taken is equal to t½ into 2, that is 2 into 10 minutes. Okay, answer t½ 10 minutes അല്ലേ, so 20 minutes. So 20 minutes ആണ് നമ്മളുടെ ആൻസർ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യന് ഈ ആൻസർ, ഈ ഒരു സംഭവം നേരെ എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ, സോ ഉണ്ടോ അറിയില്ല. ഹാർഡ് ഡിസ്ക്. യെസ്, ഓക്കെ മക്കളെ, അപ്പൊ സെറ്റ് അല്ലേ, എല്ലാവർക്കും ഓക്കെ അല്ലേ? റെഡി. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പോൾ സിമ്പിൾ. അപ്പോൾ രണ്ട് രീതിയിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിയാൽ നിങ്ങൾ വേഗം ഇക്വേഷനിലേക്ക് പോകുന്നു വേണ്ട, കുറച്ച് ലോജിക്കലി ഉപയോഗിക്കുമ്പോൾ ആൻസറിലേക്ക് ചിലപ്പോൾ എത്തും. അങ്ങനെ എത്താൻ കഴിയാത്തതുണ്ടെങ്കിൽ ഇക്വേഷൻ വൈസ് ആയിട്ട് പോവാം കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ചില കുട്ടികൾ തെറ്റിക്കാനുള്ള സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 450 കൊടുക്കും. അത് അത്ര ഡിസിൻറ്റിഗ്രേറ്റ് ആയി പോയി എന്നാണ്. നമുക്ക് ഈ n പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു മക്കളെ. എന്താണ്? When a uranium isotope U92-235 is bombarded with a neutron. Okay, so U92-235 ഒരു ന്യൂട്രോണുമായിട്ട് ഇടിപ്പിച്ചു. അപ്പോഴോ it generates krypton. ഇതൊക്കെ 2020 ചോദിച്ച ക്വസ്റ്റ്യനാ മക്കളെ. ക്രിപ്റ്റോൺ 3689 പിന്നെ എന്തൊക്കെ ഉണ്ടായി? ക്രിപ്റ്റോൺ മാത്രം ഉണ്ടായത്. ഓക്കെ, ക്രിപ്റ്റോൺ ഉണ്ടായി, പിന്നെ 3 ന്യൂട്രോൺസും ഉണ്ടായി, പിന്നെ എനർജി ഉണ്ടാവും, പിന്നെ 3 ന്യൂട്രോൺസ് N01 ഉണ്ടായി. ഓക്കെ, സോ എന്താ ചോദിച്ചത്? 3 ന്യൂട്രോൺസ് ആൻഡ് ഓക്കെ ഇനി ഒരാളും കൂടി ഉണ്ടാവണം. യെസ്, ബേരിയം ഉണ്ടാവണം അല്ലേ? ബേരിയം ക്രിപ്റ്റോണും ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുക. സോ അല്ലെങ്കിൽ യുറേനിയം 235 ഉണ്ടാവും, ബേരിയം ക്രിപ്റ്റോൺ കോമ്പിനേഷൻ അങ്ങനെയാണ്. നമുക്ക് നോക്കാം, ചിലപ്പോൾ പറ്റിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും തരും, നോക്കാം. സോ എന്തായാലും ഇതെങ്ങനെ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം നമുക്ക് പ്ലസ് ഒരാളും കൂടി വേറെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. എക്സിന് ഒരു അറ്റോമിക് നമ്പർ ഉണ്ടാവും, ഒരു മാസ് നമ്പർ ഉണ്ടാവും, ഒരു സെഡും ഉണ്ടാവും, ഒരു എയും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടുത്തെ ആഡ് ചെയ്യാം. 235 plus 1 236 should be equal to 89 plus 3 times 1, so 3 plus a. So a is equal to 236 minus 89 plus 3 is 92. Okay, 6 in the 2 പോയാൽ 4, 39 പോയാൽ 4, so 144. So a should be 144. ഒരു സംശയവും വേണ്ട, 144 ഉള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് ബേരിയം. ഓക്കെ, നമുക്ക് ഉറപ്പായിരുന്നു ബേരിയം ഉണ്ടാവുക, ബേരിയം ക്രിപ്റ്റോൺ ഉണ്ടാവുക അല്ലേ? പക്ഷെ എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കണം, പറ്റിക്കും ചിലപ്പോൾ. ഓക്കെ, ശ്രദ്ധിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The half-life of a radium is 1600 years. That is T half is equal to 1600 years. The fraction of a sample of radium that would remain after 6400 years. അപ്പം ഇനീഷ്യലി ഉള്ള ആളുടെ എത്ര ഫ്രാക്ഷൻ ആണ് ബാക്കി ഉണ്ടാവുക എപ്പം 6400 വർഷങ്ങൾക്ക് ശേഷം. സോ ടൈം ടേക്കൺ ഈസ് 6400 ഇയേഴ്സ് ആണ്. ടി ഓഫ് നമുക്കറിയാം. സോ വി ഹാവ് ദി ഇക്വേഷൻ n by n0 is equal to half all raised to നമുക്ക് t by t half എന്ന് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ? ഇല്ല. സോ എന്നാ കൊടുക്കുക? നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. നമ്പർ ഓഫ് ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ t by t half എന്നാണ്. ഫൈൻ. സോ ഇവിടുന്ന് നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു, ശ്രദ്ധിക്കണേ, ഹോൾ റേസ് ടു t ഈസ് 6400. യൂണിറ്റ് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഓക്കെ. ആൻഡ് ടി ഹാഫ് ഈസ് 1600 പോയി മക്കളെ. 64/16 is 4. So answer is 1/2 whole raised to 4, that is 1/2 raised to 4, that is equal to 1/16. Okay, in the n by n0. So number of nuclei left is equal to n0/16. So 1/16 times of initial total number of nuclei ആയിരിക്കും എന്ത് ഫൈനലി ഉണ്ടാവുക. That means answer is 1/16. ഇത്രയും ഫ്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, മൊത്തമുള്ളതിന് 16 ഒരു ഭാഗേ ബാക്കി ഉണ്ടാവുള്ളൂ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾ ഈ ടി ഹാഫ് ലൈഫ് പീരീഡ് എന്ന ആ ഒരു സെക്ഷൻ, ഓക്കെ, ആ ഒരു സെക്ഷന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നന്നായി എക്സ്പെക്ട് ചെയ്യാം. നല്ലതുപോലെ ആ ഒരു ഏരിയ വൃത്തിയായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഫിസിക്സിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് EM വേവ്സ് എന്ന ചാപ്റ്റർ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്റർ. അതിന്റെ കൂടെ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലെ കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ അന്ന് കണ്ടുള്ളൂ, കാരണം ടൈം ഒരുപാട് ഓവറായിട്ട് എടുത്തു, അതുകൊണ്ടാണ് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സോട് കൂടി നമ്മളെ ഫിസിക്സിന്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോയിട്ട് ഇരുന്ന് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക. സിമ്പിൾ എക്സാം ആയിരിക്കും. ഞാൻ വീണ്ടും പറയാണ്, എക്സാം വളരെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം മക്കളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.